നമസ്കാരം. തൃക്കാർത്തിക ദീപം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആകൃതിക്കനുസരിച്ച്, അതായത് ആ അറേഞ്ച്മെൻറ്റിനനുസരിച്ച് ഫലസിദ്ധി വ്യത്യാസപ്പെടുന്നുണ്ട്. ആചാര്യന്മാർ പറയുന്നതനുസരിച്ച് പല ഷേപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് പല ഫലമാണുള്ളത്. ഷഡ്കോണ ദീപം ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും ധനലബ്ധിക്കും വേണ്ടിയാണ്. മാത്രമല്ല നമുക്ക് വരുന്ന ധനം നിലനിൽക്കുന്നതിന് വേണ്ടിയും ഈ ദീപം കത്തിക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി കൊണ്ട് 6 കോണുകൾ വരച്ച് ഓരോ കോണുകളിലും ഓരോ ദീപം വീതം തെളിയിച്ച് നടുക്ക് നിലവിളക്കം തെളിയിക്കാം. ത്രികോണ ദീപം പ്രണയ സാഫല്യത്തിനായിട്ടാണ് ത്രികോണ ദീപം തെളിയിക്കുന്നത്. മഞ്ഞൾപ്പൊടി കൊണ്ട് ത്രികോണം വരച്ച് 3 മൂലകളിലും ദീപം തെളിയിക്കാവുന്നതാണ്. ചതുരശ്ര ദീപം ദൃഷ്ടിദോഷവും ശത്രുദോഷങ്ങളും ശാപദോഷവുമൊക്കെ മാറാനായിട്ടാണ് ചതുരശ്ര ദീപം തെളിയിക്കുന്നത്. മഞ്ഞൾപ്പൊടി കൊണ്ട് ചതുരം വരച്ചിട്ട് ചതുരത്തിൻ്റെ 4 കോണുകളിലും ദീപം തെളിയിച്ച് നടുക്ക് നിലവിളക്ക് തെളിയിക്കണം. വൃത്താകൃതിയിലുള്ള ദീപം വിദ്യാർത്ഥികൾ ഈ ദീപം തെളിയിക്കുന്നതിലൂടെ വിദ്യാപുരോഗതിയും വിദ്യാവിജയവുമൊക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയും ഈ ദീപം തെളിയിക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി കൊണ്ട് ഒരു വൃത്തം വരച്ച ശേഷം അതിൽ 4 ദീപങ്ങൾ 4 ഭാഗങ്ങളിലായി കത്തിച്ച് വയ്ക്കാവുന്നതാണ്. നടുക്ക് നിലവിളക്കം തെളിയിക്കാം. അഷ്ടദള ദീപം മഞ്ഞൾപ്പൊടി കൊണ്ട് 8 ദളങ്ങൾ വരച്ചിട്ട് ഓരോ ദളത്തിലും ഓരോ ദീപം തെളിയിക്കുക. നടുക്ക് നിലവിളക്ക് തെളിയിക്കാവുന്നതാണ്. തൊഴിൽ പുരോഗതിക്കും തൊഴിൽ തടസ്സങ്ങളൊക്കെ നീങ്ങി തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിൽ പ്രൊമോഷനും ഒക്കെ വേണ്ടിയാണ് അഷ്ടദള ദീപം തെളിയിക്കുന്നത്. ത്രിശൂല ദീപം മഞ്ഞൾപ്പൊടി കൊണ്ട് ത്രിശൂലത്തിൻ്റെ ആകൃതി വരച്ച ശേഷം അതിൽ 7 ദീപം തെളിയിക്കുന്നതാണ് ത്രിശൂല ദീപം. രോഗദുരിതശാന്തിക്കായും മനഃശാന്തിക്കും ശത്രുദോഷ ശാന്തിക്കും ദൃഷ്ടിദോഷ ശാന്തിക്കുമൊക്കെയായാണ് ത്രിശൂല ദീപം തെളിയിക്കുന്നത്. അലച്ചിലും ടെൻഷനുമൊക്കെ മാറുന്നതിന് വേണ്ടിയും തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയും ഈ ദീപം തെളിയിക്കുന്നു. മഹാലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ നന്നായി മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് ദീപം തെളിയിക്കുക. എല്ലാവർക്കും അഭീഷ്ടസിദ്ധി ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു.